ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് എല്ലാ കാലത്തും ഒരു പ്രശ്നമുള്ള മേഖലയാണ് സെൻട്രൽ ഫോർവേഡ്സിൻ്റെ ഒരു കാര്യം. നമുക്കറിയാം, സുനിൽ ഛേത്രി നാഷണൽ ടീമിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ആ ഒരു പൊസിഷനിൽ ഇതേവരെ ആരെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിലവിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അല്ലെങ്കിൽ ഐ ലീഗിലെയും ഒക്കെ പെർഫോമൻസ് വെച്ച് ആരെങ്കിലും നമുക്കിപ്പം മാർച്ചിലെ AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയർ മത്സരങ്ങളൊക്കെ വരാനിരിക്കുകയുണ്ട്. അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? അവരുടെ പ്രകടനങ്ങൾ, നമ്പേഴ്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു ശൈലി, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് സംസാരിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഏറ്റവും ഫോമിൽ കളിക്കുന്ന സെൻട്രൽ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ ഛേത്രിയാണ്. പക്ഷേ സുനിൽ ഛേത്രി നമുക്കറിയാം 11 ഗോളുകളൊക്കെ ഈ സീസണിൽ അടിച്ചു കഴിഞ്ഞു. പക്ഷേ നാഷണൽ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് ഇനിയൊരു തിരിച്ച് വിളിയൊക്കെ വളരെ എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ പോസിബിലിറ്റിയൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. എന്നാണെങ്കിലും നമുക്ക് മറ്റ് ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ തന്നെ പരിഗണിക്കാൻ പറ്റുന്ന താരങ്ങളുടെ ഒരു നമ്പേഴ്സും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇതിൽ മനോലോയുടെ അണ്ടറിൽ ഇനിഷ്യലി ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് വന്നിട്ട് തിളങ്ങിയിട്ടുള്ളൊരു താരമാണ് ഫറൂഖ് ചൗധരി. പക്ഷേ അതിനുശേഷം ഉള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് അത്രമേൽ തിളങ്ങാൻ സാധിച്ചില്ല. പിന്നീട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ ഇനിഷ്യലി അദ്ദേഹത്തിന് കുറച്ച് ഒരു പ്രകടനമൊക്കെ നടത്താൻ സാധിച്ചെങ്കിലും അത് പിന്നെ ഡിപ്പാകുന്ന സാഹചര്യം വന്നു. അദ്ദേഹം സോഫാർ 2 ഗോൾസ് മാത്രമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഇപ്പോൾ 11 തന്നെയുള്ളൊരു സാന്നിധ്യവും കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. വന്നാൽ പോലും അദ്ദേഹം പലപ്പോഴും ഒരു മിഡ്ഫീൽഡർ റോളിലൊക്കെയാണ് കളിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ എത്രമേൽ ആ ഒരു സെൻട്രൽ ഫോർവേഡിൽ അന്നത്തെ ആ ഒരു പ്രകടനം വെച്ചിട്ട് പരിഗണിക്കപ്പെടും എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഫറൂഖ് ചൗധരിയുടെ ടീമായിട്ടുള്ള ചെന്നൈയിൻ എഫ്സിയിൽ തന്നെ കളിക്കുന്ന മറ്റൊരു താരമാണ് ഇർഫാൻ യാദവ്. അദ്ദേഹം 19 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളും 3 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഒരു മോറോവർ ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ എന്ന ലെവലിലാണ് അദ്ദേഹം. ഒരു 4-4-2-ൽ ഒരു സപ്പോർട്ടിംഗ് ആ ഒരു റോളിൽ അദ്ദേഹത്തിന് ആ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ്, പിന്നെ അദ്ദേഹത്തിന് ആ വർക്ക് റേറ്റ് ഒക്കെ എടുക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. അതല്ല ഒരു 4-3-3-ലാണ് കളിക്കുന്നതിൽ കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് വിങ്ങർ എന്ന തലത്തിലാണ്. ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വർക്ക് റേറ്റ് ഇട്ട് നല്ലോണം ഡിഫെൻസീവ്ലി ഒരു കോൺട്രിബ്യൂഷനൊക്കെ കൊടുത്ത് കളിക്കുന്ന ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇദ്ദേഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തെ എന്താണെങ്കിലും പിക്ക് ചെയ്യാൻ പറ്റും. കാരണം മനോല ഒരു തവണ അദ്ദേഹത്തെ കളിപ്പിച്ച് നോക്കിയാൽ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ വരെ ചെയ്തിട്ടുണ്ട് നാഷണൽ ടീമിലേക്ക് വരുന്ന സമയത്ത് ലാസ്റ്റ് ആ ഒരു കലണ്ടറിൽ. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു 4-4-2-ൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് റേറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു വിങ്ങർ എന്ന ലെവലിലോ കളിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നുള്ളതാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പറും അത്യാവശ്യം ഡീസൻ്റാണ്. ഇനി പറയേണ്ട ഒരു താരം മൻവീർ സിംഗ് ആണ്. അദ്ദേഹം 5 ഗോളും 3 അസിസ്റ്റും നേടി മോഹൻ ബഗാനിൽ ഒരു നല്ല പ്രകടനമാണ് നടത്തുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഇനി ഒരു സെൻട്രൽ ഫോർവേഡ് റോളിൽ പരിഗണിക്കണോ എന്നുള്ളതാണ് ഒരു ബിഗ് ക്വസ്റ്റ്യനായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം ഒരു റൈറ്റ് വിങ് പൊസിഷനിൽ തന്നെയാണ് ഏറ്റവും സെറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മോഹൻ ബഗാനിൽ അദ്ദേഹം നാഷണൽ ടീമിൽ ഒരു സെൻട്രൽ ഫോർവേഡിലോട്ട് വരുമ്പോഴും കുറേ പ്രശ്നങ്ങളുണ്ട്. അതല്ല, അദ്ദേഹത്തിന് വിങ്ങിൽ കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് കളിക്കാൻ പറ്റും. അതാണ് അദ്ദേഹത്തിന് ഫിസിക്ക് യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനെ വർക്ക് റേറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തെ ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് ഇനി പരിഗണിക്കുന്നത് നാഷണൽ ടീമിൽ എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളത് എനിക്ക് കൺഫ്യൂസിങ് ആണ്. പിന്നെ പാർഥിക് ഗൊഗോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ സീസണിൽ 2 ഗോൾസ് അടിച്ചു. പക്ഷേ കഴിഞ്ഞ സീസണിൽ വന്നിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അതുപോലെ മിനിറ്റ്സും കുറവാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ സീസണിലേക്ക് വരുന്നത്. അവിടെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഡേവിഡിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടത്. 416 മിനിറ്റ്സാണ് ആകെ അദ്ദേഹം കളിച്ചിട്ടുള്ളതെങ്കിലും 3 ഗോൾസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ISL അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നു. AFC കപ്പിലും അതുപോലെ ഡ്യൂറൻഡ് കപ്പിലും ഒക്കെ സ്കോർ ചെയ്തിരുന്നു. ലാസ്റ്റ് സീസണിൽ മുഹമ്മദനിലാണ് കളിച്ചത്. നല്ല സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അന്നേ നമ്മൾ സംസാരിക്കുന്ന ഒരു താരമാണ്. ഇദ്ദേഹത്തെ എന്തുകൊണ്ട് പിക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ മിനിറ്റ്സിൽ അദ്ദേഹത്തിന് ഈ ഗോൾസ് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ഈ 3 ഗോൾസ് അദ്ദേഹം സ്കോർ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ഈ ഒരു സീസണിലുടനീളം 4 ഷോട്ട്സുകളാണ് ഉതിർത്തിട്ടുള്ളത്. അതിൽ 4 ഓൺ ടാർഗറ്റ് ഷോട്ട്സ് ആയിരുന്നു. ഒരു ഓഫ് ടാർഗറ്റ് ഷോട്ട് പോലും ഇല്ല. അദ്ദേഹത്തിനൊരു നാക്കുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗോൾസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു പ്യുവർ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റ് ഒക്കെ ഉള്ള തന്നെ ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പ്യുവർ സ്ട്രൈക്കർ ഗോളായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഗോളുകളായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഐ ലീഗിലേക്കാണ് പോകേണ്ടത്. ലാർൻസാല ലാബേക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്വാളിൻ്റെ താരമാണ് എടുത്തു പറയേണ്ട ഒരു പ്ലെയർ. ലാസ്റ്റ് സീസണിൽ 15 ഗോൾസ് സ്കോർ ചെയ്ത് ടോപ്പ് ഇന്ത്യൻ സ്കോററും അതുപോലെ ഐ ലീഗിലെ 3rd ടോപ്പ് സ്കോററും ആയിരുന്നു. അതേ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന സുനിൽ ഛേത്രിയുടെ റെക്കോർഡൊക്കെ പൊട്ടിച്ച് നിൽക്കുകയായിരുന്നു. അതൊരു 1 സീസൺ വണ്ടർ അല്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യുന്നത് ഈ സീസണിലും 7 ഗോളുകൾ ഇതിനോടകം തന്നെ അടിച്ചിട്ടുണ്ട്. 9 മത്സരങ്ങളിൽ നിന്നാണ്. പക്ഷേ അദ്ദേഹം ഇതിൽ 6 മത്സരങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മത്സരങ്ങൾ ഒരു ഹാട്രിക് അടക്കം 7 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു സ്ട്രൈക്കർ, ഒരു പ്യുവർ സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റുന്നൊരു പ്ലെയർ തന്നെയാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ
മാച്ചസോ അല്ലെങ്കിൽ ഹൈലൈറ്റ്സോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ആ ഒരു തരത്തിൽ നമുക്ക് ഈ മറ്റു പ്ലെയേഴ്സിനൊക്കെ ഏതെങ്കിലും ഒരു തരത്തിലൊരു വിങ്ങറോ ഒരു സെക്കൻഡ് സ്ട്രൈക്കറോ ഉണ്ട്. ഇതൊരു പ്യുവർ നമ്പർ 9 എന്ന് പറയാൻ പറ്റുന്ന ഒരു താരമാണ് ഇദ്ദേഹം. അടുത്ത താരം എഡ്മണ്ട് ആണ്. എഡ്മണ്ട് 9 മാച്ചസിൽ നിന്ന് 2 ഗോളും 3 അസിസ്റ്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയുന്നൊരു സമയത്ത് ഇദ്ദേഹത്തിനൊരു വെസറ്റാലിറ്റി ഉണ്ട്. അദ്ദേഹം ചില സമയത്ത് സെൻട്രൽ ഫോർവേഡിൽ കളിപ്പിച്ചിട്ടുണ്ട്, വിങ്ങിൽ കളിപ്പിച്ചിട്ടുണ്ട്, അറ്റാക്കിംഗ് മിഡായിട്ട് വരെ ചിലപ്പോൾ കളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റ് ഉണ്ട്. പിന്നെ ഒരു സ്കോർ എന്നതിലുപരി അദ്ദേഹത്തിന് അസിസ്റ്റും, അതായത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ ലാസ്റ്റ് സീസണിൽ അസിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ടോപ്പ് ഇന്ത്യൻ അസിസ്റ്റർ ആയിരുന്നു. അതിൽ ടോപ്പ് 3 തന്നെ ഉണ്ടായിരുന്നു ഐ ലീഗിൽ മൊത്തത്തിൽ തന്നെയൊക്കെ നോക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഈ ഒരു ഷോട്ട് എടുക്കാനുള്ള ആ ഒരു ഇൻറ്റൻ്റൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു അത്യാവശ്യം സ്കിൽഫുള്ളായിട്ടുള്ളൊരു താരമാണ്. കട്ട് ചെയ്ത് പോകാനും വിങ്ങിലും സെൻട്രൽ ഫോർവേഡിലൊക്കെ ഒരേപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് എഡ്മണ്ട്. അത് നമ്മൾ നാഷണൽ ടീമിൽ ചില ഗ്ലിംസസ് കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ എൻ്റെ ഒപ്പീനിയനിൽ ഇതിൽ നിന്നൊരു 4 പേരെ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ താരം ഡേവിഡ് ഹമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് ബംഗാളിൻ്റെ താരം, മറ്റേത് ഇർഫാൻ യാദവ് ചെന്നൈയിൻ FC താരം, ദെൻ എഡ്മണ്ട് ആൻഡ് റാലുസ്വാല. ഈ താരങ്ങളുടെ പേരായിരിക്കും ഞാൻ പറയുന്നുണ്ടാകുക. പറഞ്ഞൊരു പ്യുവർ ഒരു സ്ട്രൈക്കർ ലെവലിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഇവരാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഒരു ഫീൽ ഉള്ളത്. പിന്നെ മൻവീർ സിംഗിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ കുറച്ചും കൂടി ഒരു വിങ്ങർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒരു എഫക്റ്റീവായിട്ടൊക്കെ തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ മാനുവലോടെ ഒരു ഇതുപോലെ ഇരിക്കും. കാരണം വേണമെങ്കിൽ ഇർഫാനെയും മൻവീറിനെയൊക്കെ ഒരു വിങ്ങറായിട്ട് കളിപ്പിച്ച് കുറച്ചും കൂടി ഒരു ഫാൾസ് നയനായിട്ട് ഇപ്പം ലാലുംസല ചാങ്ദയെ കളിപ്പിച്ച്, ചാങ്ദെ ആ റോളിൽ മുംബൈ സിറ്റി FCയിൽ കളിക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു സെൻട്രൽ ഫോർവേഡ് പ്രശ്നങ്ങൾ ടാക്കിൾ ചെയ്യപ്പെടാൻ. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ എന്താണ് ഈ ഒരു ഇന്ത്യൻ സെൻട്രൽ ഫോർവേഡ്സിൻ്റെ ഒരു പ്രകടനത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ്? അത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുകയാണ്. സനി.